ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വസമാധാനത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. അതിനാൽ തന്നെ വടകരയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ട എല്ലാ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകും. ഇതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുമുണ്ടാകും എന്നാണ് പി മോഹനൻ മാസ്റ്റർ പ്രതികരിച്ചത്. വടകരയിൽ തെരഞ്ഞെടുപ്പ് ഫല ദിവസം, അതായത് ജൂൺ 4 വൈകിട്ട് 7 മണി വരെയാണ് ആഹ്ലാദ പ്രകടനം നടത്താനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് സർവകക്ഷി യോഗത്തിൽ വന്ന ഒരു അഭിപ്രായമാണ്. വടകരയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നാടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തതും. ആ സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ മാസ്റ്റർ വിശദീകരിച്ചത്. നാടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ LDF ഒറ്റക്കെട്ടായി തന്നെ മുന്നിലുണ്ടാകും. എല്ലാ മുന്നണികളോടും ഒറ്റക്കെട്ടായി മുന്നിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ സർവകക്ഷി യോഗത്തിൽ ഒരു അഭ്യർത്ഥന വന്നിട്ടുള്ളത്. അത് എല്ലാവരും ഒരേ മനസ്സാലെ അംഗീകരിച്ചു. അത്തരത്തിൽ ആത്മാർത്ഥമായ നിലപാട് LDFിൻ്റെ ഭാഗത്തുനിന്ന് നാടിൻ്റെ സമാധാനം പുലർത്താനുള്ള കൃത്യമായ പ്രവർത്തനങ്ങളും നടപടികളും LDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പ്രതികരിക്കുകയുണ്ടായി. ആഹ്ലാദ പ്രകടനത്തിന് നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. ജൂൺ 4 ഏത് മുന്നണിയാണോ വിജയിക്കുന്നത് ആ മുന്നണിയുടെ ആഹ്ലാദ പ്രകടനം വൈകിട്ട് 7 മണി വരെ എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനത്തിന് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ വടകരയിലെ ഒരു സവിശേഷ സാഹചര്യത്തിൽ തന്നെയാണ് സർവകക്ഷി യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ സർവകക്ഷി യോഗത്തിലുണ്ടായിരുന്നു. വടകരയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി രാഷ്ട്രീയ ചെരിതിരിവുകൾക്കപ്പുറത്ത്, രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറത്ത്, മായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നാടിനെ സംരക്ഷിച്ചു നിർത്തുക, നാടിൻ്റെ സമാധാനം നിലനിർത്തുക എന്നൊരു തരത്തിലേക്കുള്ള അഭിപ്രായമാണ് ഈ സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നത്. എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാടിൻ്റെ സമാധാനം നിലനിർത്താൻ വേണ്ടി ഉള്ള തീരുമാനങ്ങൾ അത് താഴെ തട്ടിലേക്ക് വരെ പ്രവർത്തകരിലേക്ക് എത്തിച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാകണം നടത്തേണ്ടത് എന്നാണ് ഈ ഒരു സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി വന്നത്. അത് എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും മര്യാദപൂർവ്വം അത് പാലിക്കണം. LDF ഈ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കും. ആത്മാർത്ഥമായി തന്നെ വടകരയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി LDF ഈ ഒരു കാര്യത്തിൽ മുന്നിട്ട് ഉണ്ടാകുമെന്നാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു വെച്ചത്. AK ലതീഷിനെ പ്രതീക്ഷിക്കുകയാണ് ടെലിഫോൺ ലൈനിൽ. പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു വെച്ച മറ്റു കാര്യങ്ങളും സർവകക്ഷി യോഗത്തിൻ്റെ മറ്റു വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. AK ലതീഷ് ഉണ്ട്. ലതീഷ്, എന്തൊക്കെയായിരുന്നു ഈ സർവകക്ഷി യോഗത്തിൽ ചർച്ചയായി വന്നത്? വടകരയുടെ സവിശേഷ സാഹചര്യത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ LDF ഒറ്റക്കെട്ടായി മുന്നിട്ട് ഇറങ്ങുമെന്നാണ് പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു വെച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് വിശദീകരിക്കുകയായിരുന്നു. മറ്റ് കക്ഷികളൊക്കെ ഏത് തരത്തിലുള്ള നിലപാടാണ് എടുത്തത്? ഏതൊക്കെ തരത്തിലുള്ള ചർച്ചയാണ് ഈ സർവകക്ഷി യോഗത്തിൽ വന്നത്? വിനിഷ, പ്രധാനമായും വടകരയിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്ന ജൂൺ 4-നും അതിനുശേഷമുള്ള ദിവസങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾക്കുള്ള നിയന്ത്രണമാണ് പ്രധാനമായും ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകിട്ട് 7 മണി വരെ ജയിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ പ്രവർത്തകർക്ക് അതത് അസംബ്ലി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്താനുള്ള അനുമതിയാണ് നിലവിലുള്ളത്. അത് 7 മണി വരെ, വൈകിട്ട് 7 മണി വരെ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഏത് മുന്നണിയാണോ വിജയിച്ച് അധികാരത്തിൽ വരുന്നത് അവർക്കുള്ള ആഹ്ലാദ പ്രകടനത്തിനുള്ള തീയതി ജൂൺ 5-നായിരിക്കും എന്നും ധാരണയായിട്ടുണ്ട്. എന്തായാലും വടകരയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസവും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിലനിർത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ ഉറപ്പു നൽകി. അത്തരമൊരു സമാധാന അന്തരീക്ഷം വടകരയിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത്. LDF അതിന് മുന്നിട്ടിറങ്ങും. ഈ യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് LDF നേതൃത്വമെന്ന് CPIMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ വ്യക്തമാക്കുകയുണ്ടായി. UDF ജില്ലാ ചെയർമാൻ K ബാലനാരായണനും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത്. RMP നേതാവ് N വേണുവും ഇതേ അഭിപ്രായം തന്നെ പങ്കുവച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥർ, DIG, കണ്ണൂർ റേഞ്ച് DIG വിളിച്ച യോഗത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ അവരവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് നൽകിയത്. വിനിഷ. ശരി ലതീഷ്, വടകരയിൽ
ചേർന്ന് വന്ന സർവകക്ഷി യോഗം അവസാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവകക്ഷി യോഗത്തിൽ എടുത്ത നിലപാട് വിശദീകരിക്കുകയായിരുന്നു CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ. ഇതിന്റെ വിശദാംശങ്ങളാണ് AK ലതീഷ് കോഴിക്കോട് നിന്നും പങ്കുവച്ചത്.